ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ച്. ഇത് നാട്ടിലേയും പോയിട്ട് വീട്ടിലെ കേട്ടോ, വീട്ടിലെ മാത്രം. മനസമാധാനം ഉണ്ടെങ്കിലും നല്ല ചൂടായതുകൊണ്ട് ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എണീറ്റപ്പോൾ 8:30 8:20 ആയി. ഒന്നും നോക്കിയില്ല, നേരെ മുറ്റടിക്കാൻ ഇറങ്ങി മുറ്റടിക്കുമ്പോൾ ഉണ്ട് അവിടെ ഒരു ആണി മുറ്റത്ത് തറച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അതാ അമ്മയും അച്ഛനും എല്ലാവരും ഇതെന്താ ആണിയോ, എന്താ മുറ്റത്ത് ആണി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ആണിയൊന്നും വരാൻ പാടില്ല, ഇതെന്തോ കൂടോത്രാണെന്നൊക്കെ ഉള്ളൊരു സ്ലാങ്. പക്ഷെ ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങനത്തെ സാധനമൊന്നുമല്ല, ഇത് ഏതോ ആണി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഏതോ ആണി വീണ് കിടന്നതാ പറഞ്ഞ്. എന്നാലും ഒരു വിശ്വാസക്കുറവ്. വിശ്വസിപ്പിക്കാനൊന്നും പിന്നെ ഞാനൊന്നും നിന്നില്ല. പക്ഷേ എനിക്കറിയാം ഇത് വെറും ഒരു ആണിയാണെന്നും ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് എവിടെയോ വീണ് തറഞ്ഞു കിടന്നതാണെന്നൊക്കെ. പക്ഷേ ഞാനൊരുപാട് അതിന്മേൽ പറയാൻ പോയില്ല. കാര്യമില്ല കേട്ടോ. ഇവിടെ ഇത്തിരി മുറ്റമുള്ളതിൽ ഒത്തിരി നേരം അടിച്ച് വരാനുണ്ട്. അതിന് മാത്രം ഇല വീണ് കിടക്കും. മുറ്റം നിറച്ചും ചെടികളും മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജീവികളും ഉണ്ടാവും. ഞാൻ അവരെയൊക്കെ നോക്കി ആസ്വദിച്ചടിക്കുന്നുണ്ട്. 1-1.5 മണിക്കൂർ എടുക്കും ചില നേരം മുറ്റടിച്ച് കഴിയുമ്പോൾ. കഴിഞ്ഞ ദിവസം ഞാൻ 2 പൂച്ചേനെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ ഇപ്പോൾ പുതിയ പുതിയ പൂച്ചകൾ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. 3-4 പുതിയ ആൾക്കാർ ഇന്ന് ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നോ ആവോ. അമ്മ എന്നിട്ട് പറഞ്ഞുതരും, ഇത് അവിടുത്തെ, അത് മറ്റോടത്തെ, ഇത് ഇന്നലെ വന്നത്, ഇത് കഴിഞ്ഞ ആഴ്ച വന്നതാ, ഇത് മറ്റോടത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്, ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ കൊണ്ടുവന്നതാന്നൊക്കെ. കുറേ പൂച്ചക്കഥ കേൾക്കാം അമ്മേനോട് ഒരു പൂച്ചനെ കാണിച്ച് ഈ പൂച്ചനെ പറ്റി പറയാൻ പറഞ്ഞാൽ. പക്ഷേ എനിക്കും ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുറ്റത്ത് അച്ഛനൊരു കുഞ്ഞു കുളം കുത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ കുറേ ഗപ്പി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഗപ്പിയെല്ലാം ചത്തുപോയി, എന്നിട്ട് ബാക്കിയുള്ള 100-150 ഗപ്പികളെ തിരിച്ചെവിടെയോ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ പറയണ്ടായി. അപ്പം ഞാനിന്ന് വെറുതെ ആ കുളം ഒന്ന് വകഞ്ഞു നോക്കിയതാണ്. അപ്പം അതിൽ നിറച്ചു ഗപ്പി. എന്നോട് പറഞ്ഞതിൽ ഒരു ഗപ്പി പോലും ഇല്ല, അതുകൊണ്ടിപ്പം 4-5 മാസമായിട്ട് തീറ്റയൊന്നും കൊടുക്കലില്ല എന്നൊക്കെ. ഞാൻ നോക്കിയപ്പോൾ അതിൽ നിറച്ച് ഗപ്പി. പിന്നെ ഞാൻ ആ കുളം ഒന്ന് വൃത്തിയാക്കി അവിടുന്ന് ഗപ്പികളെ വേർതിരിച്ചെടുത്ത് അവർക്കൊക്കെ പ്രത്യേകം സ്ഥലമൊക്കെ ഉണ്ടാക്കി അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം മൊത്തം സത്യം പറഞ്ഞാൽ അതിലങ്ങ് പോയി. അതിൻ്റെ ഇടയിൽ അച്ഛൻ ബൈ പറഞ്ഞു. അച്ഛൻ പോവാന്ന് പറഞ്ഞു, ജോലിക്ക് പോയി. അച്ഛൻ എന്താ അവിടെ ഇരിക്കുന്നു. എൻ്റെ ഗപ്പിപ്പണി തുടരാമെന്ന് വിചാരിച്ച് ഞാൻ എന്താ കുളത്തുനിന്ന് വെള്ളം കോരി ഗപ്പികളെ ഓരോ ബക്കറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇത്രങ്ങാനും ഗപ്പീനെ കിട്ടി. അത് കഴിഞ്ഞ് ഇന്നലത്തെ ഇട്ട തുണികളെല്ലാം അലക്കാനുണ്ടായിരുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും തുണി ഉണക്കാൻ മാത്രമേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് ഒരു രീതി, തന്നത്ത് രീതിയേ. അതുകൊണ്ട് ഞാൻ തുണി ഉണക്കാൻ മാത്രമേ ഞങ്ങളിവിടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുള്ളൂ. തുണിയെല്ലാം അടിച്ചലക്കണം എന്നാണ്, എന്നാലേ വൃത്തിയാവുമെന്നാണ് അമ്മയുടെ ഒരു നയം. നല്ല വൃത്തിക്ക് അലക്കണം എന്നും പറയും, ഏത് നേരവും പറയും കേട്ടോ. എന്നിട്ട് ഞാൻ അലക്കിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഇതൊന്നും വൃത്തിയായിട്ടില്ല, ഇനി അലക്കണം എന്നൊക്കെ. അങ്ങനെ എന്നെ കൊണ്ട് അലക്കിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ അലക്കി വിരിച്ച തുണി, ഉണങ്ങി തുടങ്ങിയ തുണിയൊക്കെ ഒന്നുകൂടെ എടുത്ത് അമ്മ ഒന്നുകൂടെ അലക്കുന്നതാണ്. ഞാൻ അതിലും വലിയ അഭിപ്രായമൊന്നും പറയാൻ പോകാറില്ല. അമ്മേൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ വിചാരിക്കും. വീട്ടിലതുപോലെ വലിയ ചൂടാണിപ്പോൾ, നല്ല വെയിലും ഉണ്ട്. പക്ഷെ എന്നാലും തുണി വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയിട്ടേ വിരിക്കാവൂ എന്നുള്ളതും അമ്മയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയതിന് ശേഷം വിരിക്കുന്നതാണ് ഈ കാണുന്നത്. ദിവസം ഉണ്ടാക്കിയ പൂച്ചയപ്പാട്ടോ അത്. പൂച്ചയപ്പെന്നും കുമ്പിളപ്പെന്നും എടനയപ്പെന്നും ഒക്കെ പറയൂ ഇതിന്. ഞാൻ പൂച്ചയപ്പെന്ന് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചയപ്പോ അതെന്തപ്പെന്ന്. അത് പിന്നെ പൂച്ചേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിനെ പൂച്ചയപ്പെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ അതിനെ പൂച്ചയപ്പെന്ന് വിളിച്ചതാ. വീട്ടിലെ കോല ഒരു 1.5 കോലാണ്. ഞാൻ പിന്നെ അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളതുപോലെ ഇട്ടതാണ്. അപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നടക്കൽ. അതുള്ളതുപോലെ തന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാനുണ്ടെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെള്ളം വെക്കും കേട്ടോ, അല്ലെങ്കിൽ വെള്ളം വെക്കില്ല. ഇപ്പം ഞാനിങ്ങനെ കുടിക്കും നിറയ്ക്കും, അതാണ് പരിപാടി. ഒരു കുപ്പിയിലെ വെള്ളം കുടിക്കും നിറയ്ക്കും. പോരാത്തതിന് സർബത്തുണ്ട്. അപ്പോൾ സർബത്ത് ഒരു ഇത്തിരി ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കലക്കിയാൽ, കലക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്പൂൺ സർബത്ത് ഒഴിച്ചിട്ട് ഈ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വെറുതെ കുടിക്കും. അപ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ജസ്റ്റ് ഒരു ആ നറുനീണ്ടീൻ്റെ ഫ്ലേവർ വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു 7-8 ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങനെ കുടിക്കും. അപ്പോൾ കുടിക്കും നിറയ്ക്കും, ആ പ്രോസസ്സാണ് ഈ കാണുന്നത്. കാര്യം പറഞ്ഞാൽ ഒരു ഹോം ടൂറൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഫ്രിഡ്ജ് ടൂർ ചെയ്യാനും മാത്രം സാധനം ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവസാനം കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജ് എന്ന് തോന്നുന്നു. ഫ്രിഡ്ജ് കണ്ട, പക്ഷേ ഫ്രിഡ്ജ് ടൂർ ഞാൻ ഈ വീഡിയോയിൽ നടത്തിയിട്ടില്ല, മറന്നുപോയി എടുക്കാനുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞാനും അച്ഛനുമാണ് ഈ ഐസ് വാട്ടർ കുടിക്കുന്ന ആൾക്കാർ കേട്ടോ. ബാക്കി 2 പേരും, അതായത് അച്ഛൻ തീരെ കുടിക്കില്ല, അമ്മ വല്ലപ്പോഴും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പൊരിക്കാൻ പോകുന്ന മീനില്ലേ, ഇത് പൂച്ചയ്ക്കുള്ള ഉണക്കമീനാണ്. പൂച്ചയ്ക്ക് നമ്മളിവിടെ സെപ്പറേറ്റ് ഉണക്കമീൻ വാങ്ങി വെച്ചിട്ട് അത് കൂട്ടിയാൽ ചോറ് കൊടുക്കുക. പച്ചമീൻ വാങ്ങുന്ന സമയത്ത് പച്ചമീൻ കൂട്ടിയും കൊടുക്കും. പക്ഷേ ഉണക്കമീൻ ഇവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് വാങ്ങി വെക്കുന്നത്. അതും എന്താ അവർ പറയാറ്, മൂടപ്പരവ അല്ലെങ്കിൽ അടവ്, ഇത് രണ്ടും സെയിം മീനാട്ടോ. ഈ മീനാണ് നമ്മൾ
പൂച്ചയ്ക്ക് വാങ്ങുക. അത് കഴിഞ്ഞ് ഞാനൊന്ന് നിലമൊക്കെ തുടച്ചു. ഇരിക്കുമ്പോഴൊക്കെ അതാ വേർത്തൊഴുകുക കേട്ടോ. ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഏശുന്നില്ല, നല്ല ചൂടാണേലും എന്താണേലും. ഇനി എന്തൊക്കെ നടന്നാലും എല്ലാ ദിവസവും ഇവിടെ നിലം തുടയ്ക്കും. അതും അമ്മയ്ക്ക് നിർബന്ധമാണ്, കട്ടായം. പറഞ്ഞാൽ അതിന് മാത്രം ചെടിയും പൊടിയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അമ്മയ്ക്കത് നിർബന്ധമാണ്. ഇതിലതൊരു ചെറിയ വീടായത് ശരിക്കും നന്നായി. വലിയ വീടാണെങ്കിൽ തുടച്ച് മനുഷ്യൻ്റെ ഏർപ്പാട് തീർന്നേനെ. കാരണം അമ്മയ്ക്കൊന്നും തുടയ്ക്കണമെന്ന് നിർബന്ധമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്യൂമി, CV, അതുപോലെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ, അങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന ഡോട്ടേഷൻ്റെ വർക്ക്സ്, അതുപോലെ കുറച്ച് ടീച്ചേഴ്സിനെ ഒരു സ്കൂളിലേക്ക് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺ ബോർഡിങ്, അവരെ ഡെമോ വീഡിയോയും റെസ്യൂമിയും കളക്ട് ചെയ്യൽ, അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലഗേജസ് പുതിയ സ്കൂളിൽ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് ആ ബുക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വേറൊരു ബുക്കിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കോലും കൂടെ കറി വെച്ചതും പാവയ്ക്ക മെഴുക്ക് പുരട്ടി അല്ലായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വെറുതെ വേരോടെ ചെടി ഇങ്ങനെ വെള്ളത്തിലിട്ട് അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ മറ്റേ കൊതുകിൻ്റെ മുട്ട. അപ്പം അതെല്ലാം മാറ്റി, ആ വെള്ളമെല്ലാം മാറ്റി, അതിലൊക്കെ നേരത്തെ ഞാൻ രാവിലെ പിടിച്ചു വെച്ച ഗപ്പീനെ കുറച്ചായിട്ട് ഇട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കിണറിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു വലിയ ബാസ്ക്കറ്റിൽ കുറേ പൂവുണ്ടാവുന്ന ഒരു ചെടി, വെള്ളത്തിലുണ്ടാകുന്നൊരു ചെടി ഉണ്ടായിരുന്നേ. ആ ചെടീൻ്റെ ആ വലിയ ബാസ്ക്കറ്റ് നിറച്ചും ഇതുപോലെ കൊതുകിൻ്റെ മുട്ടയല്ല കേട്ടോ, അത് പുഴു പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കളഞ്ഞ് കഴുകി അവിടെയും കുറച്ച് ഗപ്പീനെ വെച്ചു. വേഗം കുറേ നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ 4 മണിക്കാണ് എണീറ്റത് കേട്ടോ. എന്നിട്ട് അമ്മ വിളക്കൊക്കെ തേച്ച് വെക്കാൻ പോയി. ഞാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ വേഗം തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് തീരുമാനിച്ചു. തേച്ചിട്ടില്ല ഞാനിവിടെ വന്നതിന് ശേഷം, കാരണം ഷാമ്പു ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം താളിയിട്ടൊക്കെ കുളിച്ചു, പക്ഷേ എണ്ണ തേച്ചാൽ അപ്പം ഷാമ്പു ഇട്ടില്ല, ഒരു സമാധാനം കിട്ടില്ല, മുടി ഒരു മാതിരി ആയിരിക്കും. അതുകൊണ്ട് ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പം ദീദീൻ്റെ ഷാമ്പു വാങ്ങി. അപ്പം അത് തേക്കാന്നുള്ള കോൺഫിഡൻസിൽ ഇന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാം. അപ്പോൾ നല്ല വിശദമായിട്ട് നല്ലോണം തലയിൽ എണ്ണ തേച്ച്, എന്നിട്ട് മുടിയെല്ലാം കൂടെ ഒന്ന് വാർന്ന് കൂട്ടി കെട്ടി വെച്ചിട്ട് കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുളിക്കാൻ പോയി. എനിക്കറിയാം എൻ്റെ ഇപ്പോഴത്തെ ഡ്രസ്സ് ഭയങ്കര വിയേർഡ് ഡ്രസ്സാണെന്നുള്ളത്, പക്ഷേ ഇതാണ് സാധാരണ വീട്ടിലിടാറ്. അപ്പം ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഒന്ന് ആർട്ടിഫിഷ്യൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണോ ഞാൻ വീട്ടിൽ അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേക്കപ്പ്, പൊട്ട് അങ്ങനെ ഒരു സാധനവും ഇല്ല. മുടിയൊക്കെ വെറുതെ വാർന്ന് കൂട്ടി കെട്ടി വെക്കലാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഇന്നലെ ഒരാൾ വീഡിയോ യൂട്യൂബിലിട്ടപ്പം അവർ പറഞ്ഞതാണ് നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. ഇന്നൊരു മീൻ ഡേ ആയിപ്പോയി, ഫുള്ള് ഗപ്പീൻ്റെ പുറകെ ആയിരുന്നു. അങ്ങനെ മുടിയെല്ലാം കൂടെ എണ്ണ തേച്ച് കെട്ടിവെച്ചു. വെറുതെ കുറച്ച് നേരം ഇതിലെയൊക്കെ നടന്നു. പിന്നെ പോയി കുളിച്ച് നല്ല കുട്ടിയായിട്ട് തിരിച്ചു വന്നു. ഇത്തിരി ചേനയും മത്തങ്ങയും അരിഞ്ഞു വെക്കാൻ പറഞ്ഞു നാളത്തേക്കുള്ള കറിക്ക്. അപ്പോൾ അത് കുറച്ച് നേരം അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചു. കയ്യിൽ ചേന വെച്ചിട്ട് അരിഞ്ഞാൽ നല്ലോണം ചൊറി കിട്ടും. എൻ്റെ കൈക്ക് നല്ലോണം ചൊറിഞ്ഞു. അത് കഴിഞ്ഞ് കഴുകാൻ നേരം അമ്മ പറയുന്നത് ചൊറിയുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കഴുകാൻ. സോ അത്രയേ ഉള്ളൂ. ഇത് മറ്റേ പിമ്പിൾ പാച്ചസ് ആണ്. ഇനിയിപ്പോൾ അത്താഴം കഴിക്കും, കിടക്കും, അത്രയേ ഉള്ളൂ. ബൈ.